നെഞ്ചക്ക് പേറ്റാൻ അറിയുന്നവന്റെ കയ്യിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധം എന്നാണ് ചൈനീസ് ആയോധന രേഖകളിൽ നെഞ്ചക്കുവിനെ വിശേഷിപ്പിക്കുന്നത്. മികച്ച കായികക്ഷമതയും നെഞ്ചക്കുവിൽ പ്രാവീണ്യവും ഉള്ള ഒരു അഭ്യാസിക്ക് ആയുധധാരികളായ ഒരു സംഘത്തെ പോലും എളുപ്പത്തിൽ തുരത്താനും കീഴ്പ്പെടുത്താനും കഴിയുമത്രേ. കൃത്യമായ ഒരു ചെറിയ പ്രഹരത്തിന് പോലും എതിരാളിയുടെ തലയോട്ടിയെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന മാരക ആയുധം. പല രാജ്യങ്ങളും ഈ ആയുധം നിരോധിച്ചിരിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആയുധങ്ങളിൽ ഒന്നായ നെഞ്ചക്കുവിന് ലോകസിനിമയിലെ ആക്ഷൻ ഹീറോ ബ്രൂസ് ലീ നൽകിയ പ്രചാരം ചെറുതല്ല. നഞ്ചാക്കുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ജപ്പാനിലെ ഒകിനാവയിൽ നിന്നാണ്. കാലങ്ങൾക്ക് മുൻപ് ഒരു കാർഷിക ഉപകരണമായി വികസിപ്പിച്ചെടുത്ത വസ്തുവാണ് നെഞ്ചക്കു. നഞ്ചുക്സ് അല്ലെങ്കിൽ നഞ്ചുകു എന്നും അറിയപ്പെടുന്ന നഞ്ചാകുവിൽ ഒരു ചെങ്ങലയോ ചരടോ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച 2 വടികൾ ചേർന്ന ഒന്നാണ്. ഒകിനാവയിലെ കർഷകർ ധാന്യങ്ങൾ മെതിക്കുന്നതിനായാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. 10ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ചൈനീസ് സുങ് രാജവംശത്തിലെ ആദ്യത്തെ ചക്രവർത്തിയായ ജിയു ഹോങ്ജുൻ ഒരു മംഗോളിയൻ രാജാവുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പരാജയഭാരത്തോടെ അദ്ദേഹത്തിന് തന്റെ സൈന്യവുമായി ചൈനീസ് ഉൾനാടുകളിലേക്ക് തിരിച്ചു പോകേണ്ടിവന്നു. അവിടെ ഒരു ഗ്രാമത്തിൽ താമസമുറപ്പിച്ച രാജാവ് അവിടുത്തെ ഗ്രാമവാസികൾ ഗോതമ്പും അരിയും മെതിക്കുന്നതിനായി ഫ്ലെയിൽ എന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നത് നിരീക്ഷിച്ചു. അദ്ദേഹം ആ ആയുധത്തിന്റെ പ്രഹരശേഷിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു. ഒരു മികച്ച യോദ്ധാവായിരുന്നതിനാൽ മംഗോളിയരുമായി യുദ്ധം ചെയ്യാൻ ഈ ഉപകരണം സഹായിക്കുമെന്നും അതിന്റെ ഉപയോഗം തന്റെ സൈന്യത്തെ പരിശീലിപ്പിക്കണം എന്നും ചക്രവർത്തി ജിയു തീരുമാനിച്ചു. ഒരു ഗ്രാമീണനിൽ നിന്നും ഒരു ഫ്ലെയിൽ നഞ്ചാക്കു കടം വാങ്ങിയ ശേഷം ചക്രവർത്തി ജിയു തന്റെ കൂടാരത്തിൽ താമസിച്ച് നഞ്ചക്കുവിന്റെ 18 പയറ്റ് അടവുകൾ വികസിപ്പിച്ചെടുത്തു. ശേഷം തന്റെ യോദ്ധാക്കളെ അത് പരിശീലിപ്പിച്ചു. എന്നു മാത്രമല്ല, നെഞ്ചക്ക് ഏന്തിയ പടയാളികളുമായി കുതിരപ്പുറത്തേറി തിരിച്ചു ചെന്ന് മംഗോളിയൻ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹം എന്നാണ് ഈ ആയുധത്തിന്റെ ഉദ്ഭവ ഐതിഹ്യം. കാലക്രമേണ നഞ്ചക്കു ഒരു കാർഷിക ഉപകരണത്തിൽ നിന്ന് ശക്തമായ ഒരു ആയുധമായി പരിണമിച്ചു. ഒക്കിനാവയിലെ ആയോധന കലാകാരന്മാർ നഞ്ചാക്കുവിന്റെ കഴിവ് സ്വയം പ്രതിരോധത്തിനുള്ള ഒരു മാർഗമായി കാണുകയും അത് അവരുടെ പരിശീലനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ പരിവർത്തനം നഞ്ചാക്കുഡോ അല്ലെങ്കിൽ നഞ്ചാക്കുജുത്സു എന്നറിയപ്പെടുന്ന ഒരു ആയോധനകലയുടെ ജനനത്തിന് തന്നെ കാരണമായി. ഫലപ്രദമായി പ്രയോഗിക്കുന്നതിന് വൈദഗ്ധ്യവും കൃത്യതയും ആവശ്യമുള്ള ഒരു അതുല്യ ആയുധമാണ് നഞ്ചാക്കു. പരിശീലനം ലഭിച്ച ഒരാൾക്ക് ഇതൊരു ബഹുമുഖ ആയുധമാണ്. സ്ട്രൈക്കുകൾ, ബ്ലോക്കുകൾ, സ്പിന്നുകൾ, ഗ്രാപ്പിംഗ് എന്നിവയാണ് നഞ്ചാക്കുവിലെ പ്രാഥമിക അടവുകൾ. നഞ്ചാക്കു പരിശീലനം അച്ചടക്കം, ശ്രദ്ധ, ശാരീരിക ക്ഷമത എന്നിവ വളർത്തുന്നു. കൈയും കണ്ണുമായുള്ള ആശയവിനിമയ വേഗം, പ്രതിരോധത്തിന്റെ വേഗത, മെയ്വഴക്കം എന്നിവ വികസിപ്പിക്കുന്നു. ബഹുമാനം, നിയന്ത്രണം, വൈദഗ്ധ്യം എന്നിവയുടെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആയോധന രൂപമാണിത്.